അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സമ്മേളനം അവന്റെ രിദക്കും അവന്റെ പൊരുത്തത്തിനും അവകാശപ്പെട്ട ഏറ്റവും ബർക്കത്താക്കപ്പെട്ട ഒരു സമ്മേളനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ ദീനിന്റെ പേരിൽ അതിനുള്ള മഹബത്തിന്റെ പേരിലാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിനെ നീ കബൂൽ ചെയ്യ് തമ്പുരാനെ. ഞങ്ങളെ മുറാദുകൾ പലതുമുണ്ട്, ഹാജത്തുകൾ പലതുമുണ്ട്. നീ അതിനെ കബൂൽ ചെയ്യ് തമ്പുരാനെ. ഞങ്ങളുടെ അച്ചടക്കവും ഞങ്ങളുടെ അദബും ഞങ്ങളുടെ കുരുത്തവും നിന്റെ മെഹബൂബികളുള്ള മഹബത്തും ആ മഹബത്തിനെ വഴിക്ക് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്ക് തമ്പുരാനെ. ഞങ്ങളുടെ മുഴുവൻ മുറാദുകളും ഹാജത്തുകളും ഈ സമ്മേളന വഴിക്ക് നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനെ നീ കബൂൽ ചെയ്യ് തമ്പുരാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിയിൽ നിന്ന് ഒരു വിധത്തിലും തെറ്റാതെ കണ്ട് ശരിയായി അതിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യമായ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടു തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അച്ചടക്കം തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്റെ മാന്യ സുഹൃത്തുക്കളോട് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് കലിമ കുറച്ച് ചെല്ലിയും കൊണ്ട് ആ ചെല്ലലോടുകൂടി ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സമ്മേളനം അവന്റെ രിദക്കും അവന്റെ പൊരുത്തത്തിനും അവകാശപ്പെട്ട ഏറ്റവും ബർക്കത്താക്കപ്പെട്ട ഒരു സമ്മേളനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ ദീനിന്റെ പേരിൽ അതിനുള്ള മഹബത്തിന്റെ പേരിലാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിനെ നീ കബൂൽ ചെയ്യ് തമ്പുരാനെ. ഞങ്ങളെ മുറാദുകൾ പലതുമുണ്ട്, ഹാജത്തുകൾ പലതുമുണ്ട്. നീ അതിനെ കബൂൽ ചെയ്യ് തമ്പുരാനെ. ഞങ്ങളുടെ അച്ചടക്കവും ഞങ്ങളുടെ അദബും ഞങ്ങളുടെ കുരുത്തവും നിന്റെ മെഹബൂബികളുള്ള മഹബത്തും ആ മഹബത്തിനെ വഴിക്ക് 90ാമത്തെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പറഞ്ഞ സമസ്ത ഒന്നേ ഉള്ളൂ. അതിന്റെ 100ാമത്തെ വാർഷികം ഇൻഷാ അല്ലാഹ് 2026 നടക്കുമോ എന്ന് പ്രഖ്യാപിച്ചത്, 100ാം വാർഷിക പ്രഖ്യാപനം നടത്തിയത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. അങ്ങനെയുള്ള 100ാം വാർഷികം നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് പറയാനുള്ളത്, നാം എല്ലാവരും സമസ്തയുടെ പ്രവർത്തകന്മാരാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങൾ പറഞ്ഞതുപോലെ, സയ്യിദുൽ ഉലമ പറഞ്ഞതുപോലെ, ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള അതുപോലെ കർണാടകയിലുള്ള മുസ്ലിങ്ങൾ മുഴുവനും സമസ്തയുടെ പിന്നിലാണ്, സമസ്തയിൽ അടിയുറച്ചവരാണ് എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അതിന്റെ ശേഷം സയ്യിദുൽ ഉലമയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മൾ സമസ്തയുടെ പിന്നിലാണ്, അതിന്റെ പിന്നിൽ നിൽക്കണമെന്ന് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല.